വളരെ ആഗ്രഹിച്ചിട്ടൊരു യൂസ്ഡ് കാർ എടുത്തിട്ട് പിന്നീട് അയ്യോ വേണ്ടായിരുന്നു എന്ന് പല ആൾക്കാരും അഭിപ്രായം പറഞ്ഞൊരു വണ്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. മെഴ്സിഡീസ് ബെൻസിൻ്റെ CLA. പല ആളുകളും അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കാരണം ഈ വാഹനത്തിൻ്റെ നേച്ചർ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാതെ ഈ വാഹനം എടുത്തതുകൊണ്ടാണ്. ഇതിൻ്റെ സെയിം എഞ്ചിനും ഗിയർ ബോക്സും തന്നെയാണ് നമ്മുടെ GLA 200ലും ഉപയോഗിച്ചിട്ടുള്ളത്. ശരിക്കും ഈ വാഹനം കാണാൻ വളരെ സ്റ്റൈലിഷാണ്. ഇതിൻ്റെ ഫ്രെയിംലെസ് ഡോറും അതിൻ്റെ ബാക്കിലെ ബ്രേക്ക് ലൈറ്റ്സും ഇതിൻ്റെ ലുക്കും ഡിസൈനൊക്കെ ഒരു സ്പോർട്ടി സെഡാൻ്റെ ലുക്കാണ്. നമ്മുടെ മാർക്കറ്റിലെ യങ്സ്റ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ട് മെഴ്സിഡീസ് ഇറക്കിയിരിക്കുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടി വളരെ സെൻസിറ്റീവാണ്. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇപ്പോൾ ഈ കാണുന്ന എൻജിൻ മൗണ്ട് വളരെ വൈബ്രേഷൻസ് ഉണ്ടാവാറുണ്ട്. ഒരു എൻജിൻ എടുത്ത് കുടയുന്ന രീതിയിലുള്ളൊരു വൈബ്രേഷൻ ഈ വണ്ടിക്ക് ഉണ്ടാവും. അത് അതിൻ്റെ ഒരു നേച്ചറാണ്. പക്ഷേ ഇതിൻ്റെ വൈബ്രേഷൻ കൂടുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രധാന കാരണം അതിൻ്റെ എൻജിൻ മൗണ്ട് പെട്ടെന്ന് വീക്കായി പോകുന്നതാണ്. ഈ വണ്ടിക്കുള്ള മെയിൻ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ ഡുവൽ മാസ് ഫ്ലൈ വീൽ, അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊരു റാറ്റ്ലിംഗ് നോയ്സ്, മെറ്റൽസ് തമ്മിൽ അടിക്കുന്നൊരു സൗണ്ട് ഉണ്ടാവും. അത് അതിൻ്റെ ഫ്ലൈ വീലിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ എൻജിന് കൂടുതൽ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എൻജിൻ മൗണ്ടും കാര്യങ്ങളും പോകുന്നതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഈ പഴയ പോളോൻ്റെ കഥ പറയുന്ന പോലെ ABS സെൻസറിൻ്റെ ഇഷ്യൂ ഈ വണ്ടിക്ക് ഉണ്ടാവാറുണ്ട്. വണ്ടിക്ക് കണ്ടുവരുന്ന കോമൺ കംപ്ലയിൻസ് ആണ് ഒന്ന് ലോവർ ആമിൻ്റെ നോയ്സ്, സസ്പെൻഷൻ നോയ്സ്, പിന്നെ ഫ്ലൈ വീലിൻ്റെ നോയ്സ്. ഫ്ലൈ വീലൊക്കെ ഒരു 60,000-70,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും ഏകദേശം മാറേണ്ട ടൈമാവും. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വണ്ടി എന്നെ കൊണ്ട് റഫായിട്ടൊക്കെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി വരും.